അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ റമദാനിൽ കാര്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാക്കിയ ഒരു വിഷയമാണ് തറാവീഹ്. അതെല്ലാ റമദാനിലും സാധാരണ ഉണ്ടാകാറുണ്ട്. വഹാബികൾക്ക് പൊതുവെ ഒരു പരാതിയാണ്, മൂലിയാക്കന്മാർ റമദാനിൽ മാത്രം വന്നിട്ട് ഈ ഒരു ചർച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ വിരാമം കുറിക്കാൻ വേണ്ടി ഒരു മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായി. അപ്പം അതിൽ അദ്ദേഹം തറാവീഹ് എന്ന പ്രത്യേക ഒരു നിസ്കാരം ഇല്ല എന്നും വിത്ർ, തഹജ്ജുദ്, തറാവീഹ്, അതുപോലെ ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറയുന്ന നിസ്കാരങ്ങളൊക്കെ ഒന്നാണ് എന്നും സമർത്ഥിക്കാൻ വേണ്ടി വളരെ വിശദമായിട്ട് നൽകുന്ന ഒരു ക്ലാസ്സിൽ അദ്ദേഹം തന്നെ ഈ തറാവീഹ് വേറെയാണ്, വിത്ർ വേറെ തന്നെയാണ്, തഹജ്ജുദ് വേറെ തന്നെയാണ് എന്ന് ഹദീസ് കൊണ്ടും ഖുർആൻ്റെ ആയത്തുകൾ കൊണ്ടും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇദ്ദേഹം ഈ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ എല്ലാ നിസ്കാരത്തിൻ്റെ ബാക്കിലും ഒരു ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരം എന്ന് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഈ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശിക്കപ്പെട്ട ഈ നിസ്കാരങ്ങൾ അതിൻ്റെ പേര് വിത്റാണ് എന്നും തഹജ്ജുദ് ആണെങ്കിൽ അതിൻ്റെ പേര് തഹജ്ജുദ് തന്നെയാണ് എന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ നിസ്കാരങ്ങളൊക്കെ ഇവർ സാധാരണഗതിയിൽ പറഞ്ഞു പോരുന്ന വാക്കുകളും നടന്നു വരുന്ന ശൈലികളും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ വിത്റിന് വേണ്ടി ഓതുന്ന ഹദീസിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വിത്ർ എന്നാൽ 2 റക്അത്ത്, ഈ 2 റക്അത്ത് വീതം നിസ്കരിച്ച് 1 റക്അത്തിൽ അവസാനിപ്പിക്കുന്നതാണ്, അതാണ് വിത്ർ. എന്നാൽ തറാവിയിലേക്ക് വരുമ്പോൾ അത് 8 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 3 റക്അത്തും എന്നൊരു വാക്യം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഈ തറാവീൻ്റെ കാര്യം വരുമ്പോൾ 8 നിർത്തിയിട്ട് പിന്നെ ഒരു 3 എന്തിനാണ് അവിടെ എടുത്തതെന്നും വിത്റിൻ്റെ ഹദീസ് ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ 2 റക്അത്ത് നിസ്കരിച്ച് 1 റക്അത്തിൽ അവസാനിപ്പിക്കണമെന്നും നമുക്ക് പ്രത്യേകിച്ച് ഇയാൾ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വൈരുദ്ധ്യം? എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അങ്ങനെയാണെങ്കിൽ വിത്രല്ല തറാവി അല്ല വിത്ര എന്ന് ഇയാളുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഈ കബളിപ്പിക്കുന്നത്? അപ്പോൾ നമ്മളെ മൗലവി വീട്ടിൽ ചെന്നിട്ടേ ഇപ്പോൾ ചായ വയ്ക്കല്ല എന്ന് പറഞ്ഞു. ചായ വയ്ക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇത് മനസ്സിലായോ? ഇപ്പോൾ ചായ എന്ന് പറയാൻ വയ്യപ്പോൾ എന്താ വെച്ചാൽ ചായ ചുടുവെള്ളം കൊണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്താ പറയൽ? ചുടുവെള്ളം എന്ന്. ചായ മാത്രമല്ല, കോഫി എന്നും പറയാൻ വയ്യ, ഹോർലിക്സ് ആണെങ്കിൽ അവൻ പറയാൻ വയ്യ. അപ്പോൾ മൗലവിക്ക് 2-3 ശീലങ്ങളുണ്ടായിരുന്നു. രാവിലെ കുറച്ച് ഹോർലിക്സ് കുടിക്കും, ഉച്ചക്ക് ചിലപ്പം കോഫി, ഉറക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു ചായ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ മൗലവി വീട്ടിൽ കയറിയിട്ട് രാവിലെ ചോദിച്ചത് ചുടുവെള്ളമാണ്. അപ്പോൾ വൈഫ് ചുടുവെള്ളം കൊണ്ടുകൊടുത്ത്. അങ്ങനെ ചുടുവെള്ളം കൊണ്ടുകൊടുത്തപ്പോൾ എന്താണ് ഇത്? ഞാനവിടെ ചുടുവെള്ളമല്ലേ ചോദിച്ചു. ചുടുവെള്ളം തന്നെയാണത്. അല്ലാന്ന് അതല്ല, സാധാരണ എനിക്ക് അതിൻ്റെ കോലും ചേലും ഇതൊക്കെ മാറിയ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പേരിട്ട് ചുടുവെള്ളമാണെങ്കിലും ആ സാധനം ഒരു വെളുത്തിട്ട് പാലൊക്കെ പറഞ്ഞിട്ട് ഹോർലിക്സ് ആണ് നമ്മൾ ചോദിക്കണം. ഹോർലിക്സ് തന്നെ, ചുടുവെള്ളം കൊണ്ടല്ലേ ഉണ്ടാക്കണേ, അതിന് ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ മതിയെന്ന്. ശരി ആയിക്കോട്ടെ, ഞാനപ്പോൾ കൊണ്ടുവരാം. അങ്ങനെ പോയി കൊണ്ടുകൊടുത്ത് അറിയില്ലല്ലോ, പിന്നെ ഇപ്പോൾ 2ാമത്തെ പേര് മാറിയെന്ന് മുപ്പത്തിയേർക്ക് അറിയില്ല. അങ്ങനെ പിന്നെ ഉച്ചക്ക് വന്നപ്പം വീണ്ടും ചോദിച്ചു, എടി കുറച്ച് ചുടുവെള്ളം കാട്ടിയാണ്. അപ്പം മുപ്പത്തിയേര് കഴിച്ച് സാധാരണ കുടിക്കുന്ന കോഫി ഇപ്പം കുടിക്കലുണ്ടാവില്ല, ചിലപ്പോൾ ഇപ്പോൾ ചുടുവെള്ളം കോഫി നിർത്തിയിട്ട് ഇപ്പോൾ ചുടുവെള്ളം ആക്കി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചുടുവെള്ളം കൊണ്ടുപോകും. അല്ലടി അതല്ലാന്ന്, ഒരു കാപ്പി കളർ സാധനം ഉണ്ടല്ലോ, പഞ്ചസാരയും പാലും ഇതൊക്കെ ഇട്ടാണ്ട്, അതാണ് ഞാൻ ചോദിച്ചു. അല്ല മനുഷ്യ, അത് കോഫിയല്ലേ. അതന്നെ ചുടുവെള്ളം കൊണ്ട് ഉണ്ടാക്കണല്ലേ, ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ മതി. അതാണോ ചോദിച്ചു. അത് ശരി, ഓക്കെ. അങ്ങനെ പിന്നെ കോഫി ഉണ്ടാക്കി കൊടുത്തു. അതങ്ങളെ ചുടുവെള്ളം എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരമായി അതേപോലെ ചായയാണ് കുടിക്കൽ സാധാരണ. അപ്പോഴും ചോദിച്ചു വൈകുന്നേരം വന്നുകൊണ്ട്, എടേ കുറച്ച് ചുടുവെള്ളം കൊണ്ടുവന്നാ. അപ്പം 30 കത്തി. ഇതിപ്പോൾ 2 പ്രാവശ്യം പറ്റിച്ചു. ഇനിയിപ്പോൾ ഇത് ചിലപ്പം സാധാരണ ചായ കുടിക്കൽ, ചായ നീക്കാറും അങ്ങനെ ചായ കൊണ്ടുകൊടുത്തു. ഇപ്പോഴാണ് ഇത് പഠിച്ചത്. ഇപ്പം ഈ നേരം മാറി വിചാരിച്ചാണ്ടോ, അതിൻ്റെ കോലം മാറി വിചാരിച്ചാണ്ടോ അത് ചുടുവെള്ളം ഇല്ലാതാവില്ല. ചുടുവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കണം, അതുകൊണ്ട് അത് ചുടുവെള്ളം ഇല്ലാതാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എപ്പം നീ ചുടുവെള്ളം ചോദിച്ചാലും എനിക്ക് മനസ്സിലാക്കുക ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് അനുസരിച്ച് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പം സാധനം ഇപ്പം ഹോർലിക്സ് അതിലിട്ട് കലക്കിനെങ്കിലും കോഫിയും പാലൊക്കെ ഇട്ടണമെങ്കിലും ചായപ്പൊടിയും പാലൊക്കെ ഇട്ടണമെങ്കിലും സംഭവം ചുടുവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ നമ്മളെ തറാവിൻ്റെ അവസ്ഥ. തറാവി എണ്ണത്തിൽ കുടുങ്ങി, വണ്ണത്തിലും കുടുങ്ങി. എണ്ണും വണ്ണമൊക്കെ വളരെ കറക്റ്റായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാർ വണ്ണത്തിലും കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുതരാം. 11 ഖൈർ റമദാൻ എന്നൊക്കെയുള്ള ആശറുള്ളവൻ്റെ ഹദീസ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ 11, എന്താണ് ഖൈർ റമദാൻ? അങ്ങനെ അവിടെ ഖൈർ റമദാൻ എന്തിനാണ് വന്നത്? അപ്പോഴാണ് മേപ്പോട്ട് നോക്കി, പടച്ചോനെ കുടുങ്ങിയല്ലോ, ഇപ്പം എന്താ കാട്ട്. അങ്ങനെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ വിത്റിൻ്റെ ഒരു ഹദീസിൽ അതും പൊക്കി കൊണ്ടുവന്ന് അതിങ്ങനെ പറയാൻ തുടങ്ങി. അതിങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഹദീസ് ഇങ്ങനെ വായിച്ച് വരുമ്പം അതിലുണ്ട് ഈ 2 റക്അത്ത് 10 റക്അത്തായിട്ട് നിസ്കരിച്ച് ഒറ്റയായിട്ട് നിർത്തുക. അതും കുടുങ്ങി. അവിടെയും കുടുങ്ങി. അപ്പോഴും എന്ത് വരുന്നില്ല, 8-3 വരുന്നില്ല. കുടുങ്ങി 8-3 വരുന്നില്ലല്ലോ.
അങ്ങനെയാണ് പിന്നെ തഹജ്ജുദുമക്ക് പോയി നോക്കി. അത് നോക്കുമ്പം അതും ഈ വിത്തറിൻ്റെ അതേ സ്വഭാവമാണ്. എങ്ങനെ സ്വഭാവം മാത്രമല്ല, അത് മൊത്തത്തിൽ മാറുകയാണ്. നേരം മാറി, വണ്ണും കോലും ഒക്കെ മാറി. അതിൻ്റെ ദർജയും പോവുക, ദർജ മേലോട്ട് പോവാണ്. അത് തഹജ്ജുദിൻ്റെ ദർജ. തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങളെ ഞാൻ വലിയ ദർജയിലേക്ക് ഉയർത്തും എന്ന ആ തഹജ്ജുദാണ്. അപ്പോൾ അവിടെ എന്തായി, മൊത്തത്തിൽ മാറി. പിന്നെയും രക്ഷയില്ല, ഒരു രക്ഷയില്ല. അവസാനം ഉരുണ്ട് മറയാൻ തുടങ്ങി. ഉരുണ്ട് മറയാന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉരുണ്ട് മറയാന്ന് വെച്ചാൽ, എന്നിട്ട് നിന്നോ എവിടെ നിൽക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചായൻ്റെ പോലെ അതിന് ചുടുവെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പം ചായ ഇല്ല, ഓർലിക്സ് ഇല്ല, കോഫി ഇല്ല, എണ്ണമില്ല, വണ്ണമില്ല. ഇപ്പം ഹദാശർ നിസ്കരിക്കണോ, ഹദാശർ ഒന്നായിട്ട് പറയണോ, 8 സെപ്പറേറ്റ് പറയണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഈ 8 പറഞ്ഞാൽ ജനങ്ങൾ ചോദിച്ചു എന്താ ഇപ്പോൾ 8 ഹദാശർ പറഞ്ഞാൽ അത് വിത്രല്ലേ എന്ന് ചോദിക്കും. ഏത് ഇപ്പം അങ്ങനെ തുടങ്ങി. ചായൻ്റെ പോലെ ഒക്കെ ചുടുവെള്ളമാണ്, എല്ലാം ചുടുവെള്ളം. തറാവി തന്നെയാണ് വിത്ര തന്നെയാണ് തഹജ്ജുദ് തന്നെയാണ് ഖിയാമുൽ ലൈൽ. എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, വിത്രാണെങ്കിൽ 1 വരെ നിസ്കരിക്കാം. വിത്തറിൻ്റെ ഹദീസത്ത് കുടുങ്ങിയത് മാത്രമല്ല, 1 നിസ്കരിക്കാം. ഒറ്റയായിട്ട് നിസ്കരിക്കാണല്ലോ വിത്തർ, ഒറ്റയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഉദാഹരണം കേട്ടോളി. 1 നിസ്കരിക്കാം, 2 1 ആയിട്ട് 3 നിസ്കരിക്കാം, 2 2 1 ആയിട്ട് 5 നിസ്കരിക്കാം, 2 2 2 1 ആയിട്ട് 7 നിസ്കരിക്കാം, 2 2 2 1 ആയിട്ട് 9 നിസ്കരിക്കാം, 11 നിസ്കരിക്കാം. അങ്ങനെ 1 കൂട്ടിയിട്ട് അങ്ങനെ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന ഒരു സംഭവമാണ് വിത്തർ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരിക നമുക്ക്. ഇപ്പം എന്തായി, വിത്തർ വേറെ ആയോ, തറാവി വേറെ ആയോ എന്നൊക്കെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഇല്ല. കാരണം എന്താ, റമദാൻ്റെ സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ 8 3 ആയി. എന്തായി 8 അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 8 3 എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ 10 1, 8 3 അല്ലെങ്കിൽ 10 1. 8 3 ഒന്നും പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ പോയി, അവിടെ തറാവി വേറെ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഇനി ഇങ്ങനെ തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ എന്താ ഇപ്പം ഇനി അടുത്ത കൊല്ലം പറയാം. ഏതായാലും അടുത്ത കൊല്ലം നമുക്ക് പുതിയ എന്തെങ്കിലും നോക്കാം ഇൻഷാ അല്ലാഹ്. അതിങ്ങളെ ഇപ്പോൾ രക്ഷയുള്ളൂ. ഞാൻ വരട്ടെ മൗലവിമാരെ. അസ്സലാമു അലൈക്കും.